ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. She needs some money. നോക്കിയേ, ഷീ നീഡ്സ് അവൾക്ക് ആവശ്യമുണ്ട്. ഷീ നീഡ്സ് വാട്ട്, അവൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ സം മണിയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു വെർബിനോടൊപ്പം ശ്രദ്ധിച്ച് പഠിക്കരുത്. ഒരു വെർബി നമ്മൾ ആക്റ്റീവ് പാസീവ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഒരു വെർബിനോട് ഹൂ അല്ലെങ്കിൽ വാട്ട് എന്നീ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരാൾ അല്ലെ തരുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ വെർബ് നമുക്ക് നീഡ്സ് വെർബായിട്ടല്ലേ എടുക്കാൻ കഴിയുക. അപ്പൊ നീഡ്സിനോട് ഷീ നീഡ്സ് വാട്ട് അല്ലെ, ഷീ നീഡ്സ് ഹൂ ആരെയും ചോദിച്ചാൽ ആൻസർ ഇല്ല. ഷീ നീഡ്സ് വാട്ട് ചോദിച്ചാൽ ആൻസർ ഉണ്ട് സം മണി. അപ്പൊ സം മണി എന്നുള്ള വെർബ് അല്ലല്ലോ, ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സം മണി ഒബ്ജക്റ്റ് ആണ് എങ്കിൽ നീഡ്സ് എന്തായിരിക്കും? ഓക്സിലറി വെർബ് അല്ലല്ലോ. നീഡ്സ് ഓക്സിലറി വെർബ് ആകണമെങ്കിൽ അപ്പുറത്തെ മെയിൻ വെർബ് ഉണ്ടാവണ്ടേ. ഇവിടെ മെയിൻ വെർബ് ഇല്ലല്ലോ. അപ്പൊ നീഡ്സ് ആണ് അവിടുത്തെ മെയിൻ വെർബ്. ഇപ്പൊ നീഡ്സ് നമ്മൾ എങ്ങനെ പിരിച്ചേ? ഡസ് പ്ലസ് നീഡ്. ഓക്സിലറി ഏതാ? ഡസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാ? ഡസ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്റ്റേറ്റ്മെന്റ് ഈസ് പോസിറ്റീവ്. ടാഗ് അപ്പ് എന്താവും? നെഗറ്റീവ്. ഡസിന്റ് ഷീ. ആൻസർ എന്തുവാ? ഡസിന്റ് ഷീ. ഡസിന്റ് ഷീ ആണ് ഇവിടുത്തെ ആൻസർ ആയി വരിക. ഓക്കെ അല്ലേ? ഓപ്ഷൻ്റെ അകത്ത് നീഡിന്റെ ഷീയും കാണും. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എഴുതരുത്, ഡസിന്റ് ഷീ ആയിരിക്കണം എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അരുൺ ഡെയേഴ്സ് ഹർ ബിഹേവിയർ. അവളുടെ ബിഹേവിയർ അരുൺ ഭയപ്പെടുന്നു അല്ലെ. അപ്പൊ അരുൺ എന്ന സബ്ജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെയേഴ്സ് ഉണ്ട്. നമ്മൾ ഡെയർ എന്ന് പറയുമ്പോൾ മൊഡാൽ ഓക്സിലറി വെർബാണ്. അരുൺ ഡെയേഴ്സ് ആരെയും ചോദിച്ചാൽ ആൻസർ ഇല്ല. എന്തിനെ? ഹർ ബിഹേവിയറിനെ അല്ലെ. അപ്പൊ ഡെയേഴ്സ് എന്ന വെർബിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ ഇട്ട ഹർ ബിഹേവിയർ എന്ന് പറഞ്ഞത് ഇവിടെ ഓബ്ജക്റ്റ് ആണ് അല്ലെ. ഇത് V3 ഫോം അല്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ V3 ഫോം ഇല്ല എങ്കിൽ ഈ ഡെയേഴ്സ് എന്ന് പറയുന്ന മൊഡാൽ ഡെയർ എന്നല്ലെങ്കിൽ ഡെയേഴ്സ് എന്ന മൊഡാൽ ഓക്സിലറി വെർബ് ഇവിടെ മെയിൻ വെർബായി മാറും. അപ്പൊ ഡെയേഴ്സ് നമ്മൾ മെയിൻ വെർബായിട്ട് മാറുമ്പോൾ ഡെയേഴ്സ് എങ്ങനെ പിരിക്കുക? ഡസ് പ്ലസ് ഡെയർ. അപ്പൊ ഓക്സിലറി വെർബ് കിട്ടിയതാ ഡസ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഡസിന്റെ അരുൺ എന്ന നൗണിന് പകരം എഴുതേണ്ടത് ഹി. അപ്പൊ ആൻസർ ഡസിൻ ഹി ഉണ്ടല്ലേ. അപ്പൊ ഡസിൻ ഹി ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. ഓപ്ഷൻ്റെ അകത്ത് ഡെയറിന്റെ ഹീയും കാണും, ഡെയറിന്റെ അനിലൊക്കെ കാണാവുന്ന യൂസ് ചെയ്തത്. ആൻസർ ഏതായിരിക്കണം? ഡസിന്റെ ഹി ആയിരിക്കും. ഡെയർ ടു പണിഷ് ഹിം. They dare to punish him. But dare to എന്ന് പറയുന്ന ഓക്സിലറി വെർബ് അല്ലെ. They dare to അതിന്റെ വെർബ് പണിഷ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നീഡ് അല്ലെങ്കിൽ നീഡ് ടു ഡെയർ ടു കഴിഞ്ഞാൽ വരുന്ന മെയിൻ വെർബ് V1 ഫോം ആണ്. അപ്പൊ പണിഷ് ആണ് ഒന്ന്. പണിഷ്ഡ് എന്നോ പണിഷസ് പണിഷിംഗ് എന്നോ തെറ്റാണ്. അപ്പോൾ ഡെയർ ടുവിന് പണിഷ് എന്ന മെയിൻ വെർബ് ഉണ്ട്. അപ്പൊ ഇത് മെയിൻ വെർബാണ്. ഇത് മെയിൻ വെർബ് ആണെങ്കിൽ പണിഷിനെ സഹായിക്കാൻ വന്ന ഡെയർ ടു ആരായിരിക്കും? ഓക്സിലറി വെർബ് ആയിരിക്കും. അപ്പോൾ ഡെയർ ടു ഓക്സിലറി ആണെങ്കിൽ നമുക്ക് പിരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡെയർ ടു പ്ലസ് നോട്ട്. ഡെയറിന്റെ ടു ഇവിടെ നോട്ടിനോട് ചേർക്കരുത്. ഡെയറിന്റെ ദേ ആണ്, ദം എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, ഡെയറിന്റെ ആൻസർ ഏതാ? ഡെയർ ടു പണിഷ് ഹിമിന്റെ ആൻസർ ഡെയറിന്റെ ദേ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി വേറെ ചോദ്യം കൂടെ നോക്കാം. They needed his help. അപ്പൊ they needed his help എന്ന് പറയുമ്പോൾ they needed അവർക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്ന his help അവന്റെ സഹായം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട് അല്ലെ. ഹെൽപ്പ് എന്ന് പറയുന്ന വെർബ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് മാത്രമാണെങ്കിൽ അതൊരു വെർബാണ്. പക്ഷെ ഇവിടെ എന്താ പറയാ? ഹിസ് ഹെൽപ്പ് അല്ലെ. ഹിസ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ മീനിങ്?
അവന്റെ സഹായം അല്ലെ. അപ്പൊ ഹിസ് ഹെൽപ്പ് എന്ന് വെച്ചാൽ അവന്റെ സഹായം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു വെർബ് അല്ല അതല്ലേ. അപ്പൊ ദേ നീഡഡ് വാട്ട്, അവർക്ക് എന്താവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കിട്ടുന്ന ഉത്തരമാണല്ലോ ഇത് അവന്റെ സഹായം. അപ്പൊ അവന്റെ സഹായം ഇവിടെ വെർബ് അല്ല, പിന്നെ എന്തുവാ, ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഹെൽപ്പ് എന്ന് പറയുന്നത് വെർബ് ആണെങ്കിലും ഹിസ് ഹെൽപ്പ് എന്ന് പറയുന്നത് വെർബ് അല്ല, അത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഹിസ് ഹെൽപ്പ്, ഹർ ഹെൽപ്പ്, ദെയർ ഹെൽപ്പ് എന്നൊക്കെ നോക്കി. ഹിസ് ഹെൽപ്പ് അവന്റെ സഹായം അല്ലെ. അതുപോലെ ഹർ ഹെൽപ്പ് അവളുടെ സഹായം. അതുപോലെ ദെയർ ഹെൽപ്പ് അവരുടെ സഹായം. അതുപോലെ മൈ ഹെൽപ്പ് എൻ്റെ സഹായം. അതുപോലെ അവർ ഹെൽപ്പ് ഞങ്ങളുടെ സഹായം. അതുപോലെ യുവർ ഹെൽപ്പ് നിങ്ങളുടെ സഹായം എന്നൊക്കെ പറയുന്നത് വെർബുകളല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇതിലെല്ലാം ഹെൽപ്പ് മാത്രമായിരുന്നെങ്കിൽ, ഈ ഹെൽപ്പ് മാത്രമായിരുന്നെങ്കിൽ അത് വെർബായി മാറുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല തന്നിട്ടുള്ളത്. അവന്റെ സഹായം, അവളുടെ സഹായം, അവരുടെ സഹായം, എൻ്റെ സഹായം, നിങ്ങളുടെ സഹായം, അതുപോലെ ഞങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹായം എന്നൊക്കെ പറയുന്നത് വെർബല്ല. ചാടിക്കേറി ആ ഹെൽപ്പ് നോക്കിയിട്ട് ഇത് വെർബാണ് എന്ന് വിചാരിച്ചിട്ട് നീഡഡിനെ നീഡിൻ്റെത് എന്ന് എഴുതിയാൽ ഒരു മാർക്കായിരിക്കും പോകുന്നത്. ഇവിടെ നീഡഡ് മെയിൻ വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീഡ് നമ്മൾ പിരിക്കണം. എങ്ങനെ പിരിക്കും? ഡിഡ് പ്ലസ് നീഡ്. ഓക്സിലറി ഏതാ? നീഡ് അല്ല, ഡിഡ് ആണ്. അപ്പൊ ഡിഡ് പ്ലസ് നോട്ട് ഏതാ? ഡിഡിൻറ്റ്. ഓക്കെ, ഡിഡിൻറ്റ് ദേ. ആൻസർ കിട്ടി. ഡിഡിൻറ്റ് ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കുക. ഓപ്ഷൻ്റെ അകത്ത് നീഡിൻ്റെ ദേയും കാണും, ഡിഡിൻറ്റ് ദേയും കാണും. പക്ഷെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കണം? ഡിഡിൻറ്റ് ദേ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ രണ്ട് മോഡലുകൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തത് ഹാസ്, പിന്നെ ഹാവ്, ഹാഡ്. ഹാസ് മെയിൻ വെർബായിട്ട് വന്നാൽ ഏതാ? നമ്മൾ പഠിച്ചു ഡസ്. ഹാവ് മെയിൻ വെർബ് ഡു. ഹാഡ് വന്നാൽ ഏത്? ഡിഡ്. ഇത് ഒരു മെയിൻ വെർബ് ആയിട്ട് വരുമ്പോഴുള്ള സന്ദർഭങ്ങളാണിത് അല്ലേ. പിന്നെ പഠിച്ച നീഡ്. നീഡ് മെയിൻ വെർബായിട്ട് ഒന്ന് ഡു. നീഡ്സ്, നീഡ്സ് മെയിൻ വെർബായിട്ടാണ് വരുന്നെങ്കിൽ ഡസ്. അതുപോലെ നീഡഡ്, നീഡഡ് മെയിൻ വെർബായിട്ടാണ് വരുന്നെങ്കിൽ ഡിഡ്. ഇത് രണ്ടാമത്തെ കേസിൽ വന്ന ആദ്യത്തത്. പിന്നെ വരുന്നത് ഡെയർ അല്ലെ. ഡെയർ മെയിൻ വെർബായിട്ട് വന്നാൽ ഡു ഓക്സിലറി. ഡെയേഴ്സ് ആണ് മെയിൻ വെർബായിട്ട് വരുന്നതെങ്കിൽ ഡസ് ആണ് ഓക്സിലറി. പിന്നെ ഡയേഡ് അല്ലെ, ഡയേഡ് ആണ് വരുന്നതെങ്കിൽ ഡിഡ് ആയിരിക്കണം ഓക്സിലറി വെർബ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാസ് വന്നാൽ ഡസ്, ഹാവ് വന്നാൽ ഡു, ഹാഡ് വന്നാൽ ഡിഡ്. നീഡ് വന്നാൽ ഡു എടുക്കുക, നീഡ്സ് വന്നാൽ ഡസ് എടുക്കുക, നീഡ് വന്നാൽ ഡിഡ് എടുക്കുക. ഡെയർ വന്നാൽ ഡു എടുക്കുക, ഡെയേഴ്സ് വന്നാൽ ഡസ് എടുക്കുക, ഡെയ്ഡ് വന്നാൽ ഡിഡ്. ഇതാണ് നമ്മൾ ഓക്സിലറി വെർബുകളായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവരെല്ലാം ഈ ഹാസ്, ഹാവ്, ഹാഡ്, നീഡ്, നീഡ്സ്, നീഡഡ്, ഡെയർ, ഡെയേഴ്സ്, ഡെയ്ഡ് എന്നിവ എന്തായിട്ട് മാറുന്നു? മെയിൻ വെർബുകളായി മാറുന്നു. അപ്പൊ എഴുതേണ്ട ഓക്സിലറി വെർബ് ചാർട്ട് വരച്ചതിന് എഴുതി പഠിച്ചു വെച്ചോളണം, തെറ്റിച്ച് കളയരുത്. ഇത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ടാഗുകളിൽ ഇത്തരം ചോദ്യങ്ങൾ വളരെ ധാരാളമായിട്ട് കണ്ടുവരുന്നവയാണ്. ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നമ്മുടെ അശ്രദ്ധ ഒരു മാർക്കായിരിക്കും ഇല്ലാതാക്കുന്നത്. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മളൊരു ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസുകളാണ്. ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വെർബിലോ അല്ലെങ്കിൽ ഓക്സിലറി വെർബിലോ ആരംഭിക്കുന്ന ചോദ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഇമ്പറേറ്റീവ് സെന്റൻസുകൾ. അപ്പൊ ഇമ്പറേറ്റീവ് സെന്റൻസ് ആരംഭിക്കുന്നത് ഒന്നുകിൽ ഒരു വെർബിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബിലായിരിക്കും. അപ്പോൾ ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന എല്ലാ സെന്റൻസുകളും ഇമ്പറേറ്റീവ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്സിലറി വെർബിൽ ആരംഭിച്ചിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇമ്പറേറ്റീവ്, അത് ഇൻട്രോഗേറ്റീവ് ആണ്. ഇൻട്രോഗേറ്റീവ് എന്ന് മാത്രമല്ല, അതിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണത് അല്ലെ. ഇൻട്രോഗേറ്റീവിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ ആരംഭിക്കുക? ഓക്സിലറി വെർബിൽ ആരംഭിക്കുക. എന്നാൽ ഒരു ഓക്സിലറി വെർബിൽ ആരംഭിച്ചിട്ട് അവസാനം ഫുൾ സ്റ്റോപ്പ് ആണ് വരുന്നതെങ്കിൽ അത് ഇമ്പറേറ്റീവ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമ്പറേറ്റീവ് ഓക്സിലറി വെർബിൽ ആരംഭിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല അത് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവരുത്. സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കുന്നത് പോലെ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കണം വരേണ്ടത്. അപ്പോഴാണ് അത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആവുക. എന്നാൽ ഓക്സിലറി വെർബിൽ ആരംഭിച്ചിട്ട്
അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസുകളാണ്. അതിൽ 2 ടൈപ്പിൽ WHO ക്വസ്റ്റ്യൻസിലും SOR/NO ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ SOR/NO ക്വസ്റ്റ്യൻസിന്റെ അകത്താണ് അത് വരിക. ഓക്കെ, അപ്പൊ ഇമ്പറേറ്റീവ് പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് ഏതിൽ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഒരു വെർബിലോ ഒരു ഓക്സിലറി വെർബിലോ ആരംഭിക്കുന്ന സെന്റൻസുകളെ പറഞ്ഞ പേരാണ് ഇമ്പറേറ്റീവ് സെന്റൻസുകൾ. നമ്മൾ സെന്റൻസുകളെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. അസറ്റീവ് സെന്റൻസ്, അതുപോലെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ. അതിൽ ഇമ്പറേറ്റീവുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു വെർബിലോ അല്ലെങ്കിൽ ഓക്സിലറി വെർബിലോ ആരംഭിക്കും. അങ്ങനെ ഇമ്പറേറ്റീവ് സെന്റൻസിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് തരുന്നത് ഒരു റിക്വസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് വരിക. ഇപ്പൊ റിക്വസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് ആയിരിക്കും. അത് റിക്വസ്റ്റിംഗ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് പ്ലീസ് ആയിരിക്കും. അപ്പൊ പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗ് വിൽ യു ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്ലീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് വിൽ യു എന്നതായിരിക്കണം. അപ്പൊ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഓൺ ഡു യു അല്ലേ എടുക്കേണ്ടി വരിക എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാകാം. ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് നോക്കി, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിച്ചത് എന്തുവാ? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് ഏതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതാണല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണല്ലോ ഇത്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് പോസിറ്റീവ് ടാഗ് ഈസ് നെഗറ്റീവ്. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. ഈ റൂള് ഇമ്പറേറ്റീവുകൾക്ക് ബാധകമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊരു വേർതിരിവൊന്നും ഇല്ല. അവിടെ പ്രധാനമായിട്ടും 3 ടാഗുകളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇമ്പറേറ്റീവിന്റെ ആൻസറുകൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കണം. ഒന്ന് വിൽ യു, പിന്നെ വരുന്ന ഓൺ ഡു യു, പിന്നെ വരുന്ന കാൺട് യു. ഇതാണ് ഇമ്പറേറ്റീവുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ്. 3 ക്വസ്റ്റ്യൻ ടാഗുകളാണ് ഇമ്പറേറ്റീവിൽ യൂസ് ചെയ്യുന്നത്. ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗ് എന്ന് പറയുന്നത് വിൽ യു അല്ലെങ്കിൽ ഓൺ ഡു യു അല്ലെങ്കിൽ കാൺട് യു ആയിരിക്കും. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാണ്. പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. പ്ലീസ് വരുന്നത് ഒരു റിക്വസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റിനെയാണ് സൂചിപ്പിക്കുക. അപ്പൊ ഇമ്പറേറ്റീവ് എന്ന് വെച്ചാൽ നമുക്കറിയാം റിക്വസ്റ്റുകൾ, ഓർഡറുകൾ, കമാൻഡുകൾ, സജഷൻസ് അല്ലെ, അതുപോലെ തന്നെ ബെഗ് ചെയ്യുക, യാചിക്കുക, അതുപോലെ അഡ്വൈസ് ഉപദേശിക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അതായത് നിർദ്ദേശങ്ങൾ കൊടുക്കുക, വാണിംഗ് മുന്നറിയിപ്പ്, ഇതെല്ലാം വരുന്നത് ഇമ്പറേറ്റീവിലാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് വരുമ്പോൾ ഒരു റിക്വസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടും ഇമ്പറേറ്റീവ് ആയതുകൊണ്ടും വിൽ യു, ഓൺ ഡു യു, കാൺട് യു ആണ് ഇതിലുള്ള ആൻസേഴ്സ്. പക്ഷേ പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗ് എല്ലാം വിൽ യു ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ഒരു ചോദ്യം ചോദിക്കേ. പ്ലീസ് ഗീവ് മീ സം മണി. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഏതുണ്ട്? പ്ലീസ് ഉണ്ട് അല്ലേ? പിന്നെ വേറെ നോക്കാനൊന്നുമില്ല, ആൻസർ ഇല്ല. ഇവിടെ പിന്നെ ഗീവിനെ പിരിച്ച ഡു കിട്ടും. ഡു പ്ലസ് ഗീവ് ആണ് ഗീവ്. അപ്പോൾ മീക്ക് ഒരു ഐ എഴുതാം. അപ്പോൾ ഡു ഐ, ഡോണ്ട് ഐ, വിൽ യു, ഓൺ ഡു യു എന്നൊക്കെ ഓപ്ഷൻ്റെ അകത്ത് കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗീവ് ഉണ്ട്. അപ്പോൾ ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് ഗീവിനെ പിരിച്ച് ഡു എടുക്കും. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഡു പ്ലസ് ഡോണ്ട് ഐ എഴുതാൻ ശ്രമിക്കും. ചിലപ്പോൾ ഡു ഐ എഴുതാൻ ശ്രമിക്കും. പിന്നെ ഉള്ളത് വിൽ യു, ഓൺ ഡു യു ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഓൺ ഡു ആൻസർ ആയിരിക്കും എന്ന് പറഞ്ഞ് എഴുതി വെക്കും. തെറ്റാണ്, ആൻസർ വിൽ യു ആയിരിക്കും. വേറെ ഒന്നും നോക്കരുത്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗ് വിൽ യു ആയിരിക്കും. പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗ് വിൽ യു ആയിരിക്കും. ശ്രദ്ധിച്ച് പഠിക്കുക.
പ്ലീസ് ഗീവ് ഹർ എ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്ലീസ് വന്നിട്ടുണ്ട്, ഗീവ് പിരിക്കാൻ നിൽക്കേണ്ട, ആൻസർ ഏതായിരിക്കും വില്യം. പ്ലീസിന് വരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ടാഗ് എല്ലാം ഏതായിരിക്കും, വില്യു ആയിരിക്കും. അതുപോലെ നോക്കിയേ, have a cup of coffee. No, have a cup of coffee, please. Okay, have a cup of coffee, please. നമ്മൾ ഇവിടെ ഏതുണ്ട്, പ്ലീസ് ഉണ്ട്. ആൻസർ ഏതാ, വില്യു ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും, വില്യു ആയിരിക്കും. മറന്നു പോകരുത്. ഇപ്പൊ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് 3 ടാഗുകളാണ്. 1 വില്യു, 2 ഓൺ ഡു യു, 3 കാണ്ട് യു. ഓക്കെ, അതുപോലെ അടുത്ത ഓപ്പൺ ദ വിൻഡോ. കഴിഞ്ഞൊരു എക്സാമിന് നമ്മൾ ബീറ്റിന് ചോദിച്ച ചോദ്യമാണ് സ്റ്റാൻഡപ്പ് അല്ലേ. അതുപോലെ give me a pen. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാം വരുമ്പോൾ സൂക്ഷിക്കുക. ഇത് ഓപ്പൺ വെർബിലാണ് ആരംഭിച്ച്, സ്റ്റാൻഡപ്പ് അത് വെർബാണ്, ഗീവ് വെർബാണ് അല്ലേ. അപ്പോൾ ഇത് വെർബിലാണ് ആരംഭിച്ചിരിക്കുന്നത്. വെർബിൽ ആരംഭിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്തോന്നായിരിക്കും, ഒരു ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇതെല്ലാം ഇമ്പറേറ്റീവിലാണ്. ഓപ്പൺ ദ വിൻഡോ, വിൻഡോ തുറന്നിടുക. സ്റ്റാൻഡപ്പ് എണീറ്റ് നിൽക്കുക. ഗീവ് മീ പെൻ, പേൻ ധരിക്കുക. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡപ്പ്, ഓപ്പൺ ദ ഡോർ, വിൻഡോ ഒക്കെ അല്ലെങ്കിൽ ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറയുമ്പോൾ റിക്വസ്റ്റിംഗ് ആയി എന്നൊരു ഓർഡറിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്കത് പറയാവുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് 2 ആൻസറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. വിൽ യു എന്നതും എഴുതാം, ഓൺ ഡു യു എന്നതും എഴുതാം. വിൽ യു ആണ് ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ വിൽ യു എടുക്കുക, ഓൺ ഡു യു വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ഡു യു എടുക്കുക. അപ്പൊ രണ്ടും ഇതിൽ ആൻസർ ആയിട്ട് ഇമ്പറേറ്റീവില് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ റിക്വസ്റ്റിംഗ് ആയും എന്നാൽ ഓർഡറിംഗ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നുള്ളത് കൊണ്ട് വിൽ യു ആൻസർ ആണ്, ഓൺ ഡു യു ആൻസർ ആണ്. എന്നാൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് 2 ഓപ്ഷൻസും അല്ല ഉണ്ടായിരുന്നു. PCയുടെ ഓപ്ഷനായിട്ട് കൊടുത്തിരുന്നത് വിൽ യു ആയിരുന്നു അല്ലെ. വിൽ യു ആൻസർ ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഓൺ ഡു യു തെറ്റാണോ എന്ന് ചോദിച്ചോ, തെറ്റെന്ന് പറയാം, ഓൺ ഡു യു ആൻസർ തന്നെയാണ്. രണ്ടും ആൻസർ ആയിട്ട് വരുന്ന സന്ദർഭം ഉണ്ട് എങ്കിൽ നമ്മൾ വിൽ യു എന്ന് പറയുന്ന ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വിൽ യു ഇല്ലെങ്കിൽ ഓൺ ഡു യു എടുക്കാം. അതുപോലെ ഓൺ ഡു യു ഇല്ലെങ്കിൽ വിൽ യു തന്നെയാണ് ആൻസർ. വിൽ യു ഓൺ ഡു യു വരുന്ന സന്ദർഭം ഇത്തരം ചോദ്യങ്ങളിൽ ആൻസറായി വിൽ യു ഓൺ ഡു യു വന്നാൽ ഒരു ആൻസറായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓൺ ഡു യു ആണ്. നമ്മൾ PSയുടെ സൈറ്റുകളിൽ കൊടുക്കുന്ന ആൻസറായിട്ട് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും വിൽ യു ആൻസറായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകത പറഞ്ഞു വിടുന്നത് അവിടെ പോയി സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിൽ യു വരുന്ന 2 കേസസ് പഠിച്ചു. ഒന്ന്, പ്ലീസ് വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ടാഗ് വിൽ യു ആയിരിക്കും. 2, ഈ ഓപ്പൺ ദ ഡോർ പോലുള്ള റിക്വസ്റ്റിംഗ് ഓർഡറിംഗ് ആയി നമുക്ക് കണക്ട് ചെയ്യാവുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നതെങ്കിൽ വിൽ യു ആൻസർ ആണ്, ഓൺ ഡു യു ആൻസർ ആണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വിൽ യു ആണ് ആൻസർ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ വിൽ യു എടുക്കുക. അല്ലെ വിൽ യു ഇല്ലാത്ത ഓപ്ഷൻസിൽ ഓൺ ഡു യു ആണെങ്കിൽ ഓൺ ഡു യു എടുക്കുക. വിൽ യു ഓൺ ഡു യു ആൻസർ ആയിട്ട് തരികയാണെങ്കിൽ നിങ്ങൾ വിൽ യു ആൻസർ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക.